ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ്. സാധാരണ നമ്മൾ എവിടെയാണ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത് എന്നാണ് പഠിച്ചു വെക്കുക. എന്നാൽ അത്ര തന്നെ പ്രാധാന്യത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് ഒമിഷൻസ് ഓഫ് ആർട്ടിക്കിൾസ്, അതായത് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സിറ്റുവേഷൻസ്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ കേസസിലാണ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. അപ്പോൾ വീഡിയോ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ബിഫോർ പാർട്സ് ഓഫ് ദ ബോഡി. പാർട്സ് ഓഫ് ബോഡി പറയുമ്പോൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറുണ്ടോ? ഇത് ഡിപ്പെൻസ് ആണ്. പൊതുവെ പാർട്സ് ഓഫ് ബോഡിക്ക് മുൻപിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. എന്നാൽ ഒരു സ്പെസിഫിക് ബോഡി പാർട്ട്, അതും പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന വ്യക്തിയുടേതാണെങ്കിൽ ദ യൂസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറയാം, ഒരു സ്പെസിഫിക് ബോഡി പാർട്ട്, അതും നമുക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയുടേതാണെങ്കിൽ ദ യൂസ് ചെയ്യാം. നമ്മൾ സംസാരിക്കുമ്പോൾ എടുത്തു പറയാറില്ലേ, അവന്റെ കണ്ണ്, അവന്റെ കയ്യ്. അപ്പോൾ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ആരുടേതാണെന്നും എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്നും വ്യക്തമായ ധാരണയുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ ബോഡി പാർട്സിന്റെ മുന്നിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിയേ, ഷീ വാഷ്ഡ് ദ ഹാൻഡ്സ്. ഷീ വാഷ്ഡ് ദ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. ഷീ വാഷ്ഡ് ദ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. ഇവിടെ എന്തുകൊണ്ടാണ് ദ ഹാൻഡ്സ് എന്ന് പറയുന്നത്? സ്പെസിഫിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷീ വാഷ് ദ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ് എന്ന് പറയാം. ഇത്തരം സിറ്റുവേഷൻസിൽ ആർട്ടിക്കിൾ ദ നമുക്ക് യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ദ ഡോക്ടർ examined the eyes carefully. The doctor examined the eyes carefully. ഇവിടെ ഐസ് എന്നത് സ്പെസിഫിക് ആയതുകൊണ്ടാണ് ആർട്ടിക്കിൾ ദ ഐസ് എന്ന വേർഡിന്റെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ദ ഡോക്ടർ എക്സാമിൻഡ് ദ ഐസ് കെയർഫുള്ളി. പറയുന്നതും കേൾക്കുന്നതുമായ വ്യക്തിക്ക് അറിയാം ആരുടെ ഐസ് ആണെന്ന്. അതുകൊണ്ടാണ് ദ ഐസ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ബോഡി പാർട്സ് സ്പെസിഫിക് ആണെങ്കിൽ അവിടെ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. അടുത്ത പോയിന്റ് നോക്കാം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയില്ലേ? എന്നാൽ ഇതിന്റെ കൂടെ പറയേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ എൻ്റെ കാല്, എൻ്റെ തല, നിന്റെ കൈ എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഇത്തരം സിറ്റുവേഷൻസിൽ ബോഡി പാർട്സിന്റെ കൂടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണം? വേണ്ട. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൊസസീവ് adjectives, അതായത് മൈ, ഹിസ്, ഹർ, ദയർ, ഇത്തരത്തിലുള്ള വേർഡ്സിന്റെ മുൻപിൽ നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. അതായത് ബോഡി പാർട്സിന്റെ കൂടെ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ നമുക്ക് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? അപ്പൊ നമ്മൾ പറയുന്നത് ഷീ വാഷ്ഡ് ഹെർ ഹാൻഡ്സ് എന്നാണ്. ഷീ വാഷ്ഡ് ഹെർ ഹാൻഡ്സ്. ഈ ഹാൻഡ്സ് എന്നതിന് മുന്നിൽ ഒരു പൊസസീവ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ഇവിടെയും ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ഉള്ളത് കൊണ്ട് ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. അപ്പോ ബോഡി പാർട്സ് റിലേറ്റ് ചെയ്ത് 2 പോയിന്റ് പറഞ്ഞിരുന്നു. 2 പോയിന്റും ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത പോയിന്റ് നോക്കാം. ബിഫോർ നെയിംസ് ഓഫ് മീൽസ്. ഒരു ജനറൽ സെൻസിൽ സാധാരണ നെയിംസ് ഓഫ് മീൽസിന്റെ മുൻപിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. ഒരു ജനറൽ സെൻസിൽ സാധാരണ നെയിംസ് ഓഫ് മീൽസിന്റെ മുൻപിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. ഈ എക്സാമ്പിൾസ് നോക്കിയേ. വി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് at 8 o'clock. We had breakfast at 8 o'clock. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ മുൻപിൽ നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ടില്ല. മറ്റൊരു സെന്റൻസ്, they are cooking
dinner. They are cooking dinner. അപ്പോൾ ഒരു ജനറൽ സെൻസിൽ സാധാരണ നെയിംസ് ഓഫ് മീൽസിന്റെ മുൻപിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. ഇതെല്ലാം എവറിഡേ മീലാണ്. എന്നാൽ ചില ടൈമിൽ ഫുഡ് സ്പെഷ്യൽ ആണ്, അല്ലെങ്കിൽ സ്പെഷ്യൽ ഒക്കേഷനിലാണ് ഫുഡ് എങ്കിൽ അവിടെ നമുക്ക് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറയാം, ചില ടൈമിൽ ഫുഡ് സ്പെഷ്യൽ ആണ്, അതല്ലെങ്കിൽ ചില പ്രത്യേക ഒക്കേഷൻസിലാണെങ്കിൽ അവിടെ നമുക്ക് മീൽസിന്റെ മുൻപിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാം. ഈ എക്സാമ്പിൾസ് നോക്കിയേ. The breakfast we had in that hotel was amazing. Was amazing. ആ ഹോട്ടലിൽ നിന്നും കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് അമേസിങ് ആയിരുന്നു, അല്ലെങ്കിൽ സൂപ്പർ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ചില പ്രത്യേക സ്ഥലത്ത് നിന്നും കഴിക്കുന്ന ഫുഡ് അത് അത്ര അടിപൊളിയായിരുന്നു എന്നുള്ള സെൻസിലൊക്കെ പറയാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ അവിടെ നമുക്ക് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാം. The breakfast we had in that hotel was amazing. അടുത്തത്, I was invited to a dinner party. I was invited to a dinner party. കണ്ടോ, ഇത് ഒക്കേഷൻ സ്പെഷ്യൽ ആയതുകൊണ്ട് അവിടെ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തു. അപ്പോൾ സാധാരണ ജനറൽ സെൻസിൽ, അപ്പോൾ സാധാരണയായിട്ട് അല്ലെങ്കിൽ ജനറൽ സെൻസിൽ നെയിംസ് ഓഫ് മീൽസിന്റെ മുൻപിൽ നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാറില്ല. എന്നാൽ പ്രത്യേകതരം ഒരു സ്പെഷ്യൽ ഫുഡാണ്, അല്ലെങ്കിൽ പ്രത്യേക ഒക്കേഷനിൽ കഴിക്കുന്ന ഫുഡാണ്, ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാം. അടുത്ത പോയിന്റ്, ബിഫോർ അൺകൗണ്ടബിൾ നൗൺസ്. അടുത്ത പോയിന്റ് ആണ് ബിഫോർ അൺകൗണ്ടബിൾ നൗൺസ്. ആദ്യം തന്നെ അൺകൗണ്ടബിൾ നൗൺ എന്താണെന്ന് പറയാം. ചില വസ്തുക്കൾ എണ്ണാൻ സാധിക്കില്ല. ഇത്തരത്തില് എണ്ണാൻ സാധിക്കാത്ത വസ്തുക്കളുടെ പേരുകളെയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ, എ വാട്ടർ എന്ന് പറയില്ല. ഷുഗർ, സോൾട്ട്, ഇതിനെല്ലാം എ ഷുഗർ, എ സോൾട്ട് എന്നൊന്നും പറയില്ല. കാരണം ഇതെല്ലാം അൺകൗണ്ടബിൾ നൗൺസ് ആണ്, എണ്ണിയെടുക്കാൻ സാധിക്കാത്തത്. അപ്പൊ നമ്മള് ഇത്തരം സിറ്റുവേഷൻസിൽ പറയുന്നത് വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. ഈ വാട്ടറിന്റെ മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല, അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്. എന്നാൽ ഈ സെന്റൻസ് നോക്കിയേ, ദ വാട്ടർ in the glass is cold. നേരത്തെ നമ്മൾ വാട്ടർ എന്ന് എഴുതിയപ്പോൾ അതിന്റെ മുൻപിൽ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇവിടെ വാട്ടർ എന്ന നൗണിന്റെ മുൻപിൽ, അൺകൗണ്ടബിൾ നൗണിന്റെ മുൻപിൽ നമ്മൾ ധ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ വാട്ടർ അൺകൗണ്ടബിൾ ആണെങ്കിലും അതിന്റെ ഒരു അളവിനെ കുറിച്ച് അറിയാം. ഇത്തരം സിറ്റുവേഷൻസിൽ ധ യൂസ് ചെയ്യാം. ഞാൻ ഒന്നുകൂടി പറയാം, സാധാരണ നമ്മൾ അൺകൗണ്ടബിൾ നൗണിന്റെ മുൻപിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. എന്നാൽ പറയുന്ന നൗണിന്റെ ക്വാണ്ടിറ്റി, അളവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അവിടെ നമുക്ക് ധ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇതുപോലെ മറ്റൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ദ ഫർണിച്ചർ ഇൻ ദ റൂം ഈസ് ന്യൂ. ഇവിടെയെല്ലാം ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ അളവിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ജനറൽ സെൻസിൽ അൺകൗണ്ടബിൾ നൗണിന്റെ മുൻപിൽ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യില്ല. എന്നാൽ ഇത്തരം സിറ്റുവേഷൻസിൽ, ഇത്തരം പ്രത്യേക സിറ്റുവേഷൻസിൽ അവിടെ നമുക്ക് ധ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അൺകൗണ്ടബിൾ നൗണിനെ കൗണ്ടബിൾ ആക്കാം. ഒരു യൂണിറ്റ് വേർഡ് യൂസ് ചെയ്താൽ മതി. ഇത്തരം സിറ്റുവേഷൻസിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. A glass of water. A glass of water. A piece of advice. A bowl of rice. A bowl of rice. ഇതെല്ലാം അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇതിന്റെ എല്ലാം കൂടെ ഒരു യൂണിറ്റ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കൗണ്ടബിൾ ആയി. ഇത്തരം സിറ്റുവേഷൻസിൽ നമുക്ക്
ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വലിയ ടോപ്പിക്കിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇനിയും ഒരുപാട് പറയാനുണ്ട്. എല്ലാം കൂടി കേട്ട് കൺഫ്യൂഷൻ അടിക്കണ്ട. ബാക്കി മറ്റൊരു വീഡിയോയിൽ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. താങ്ക് യു.